ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓട്ടത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മൾ പോണേട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്കൂളൊക്കെ അവധിയാണല്ലോ. മഴ ശക്തമായി നിൽക്കുന്നതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ ജില്ലക്കും ഇന്നലെ വൈകിയാണെങ്കിലും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഒരുപാട് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറലും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ പേരിൽ നമുക്ക് അവധിയാണ്. അപ്പോൾ വൈകിയാണെന്നല്ല അവധി പ്രഖ്യാപിച്ചത്. അപ്പോൾ അത് പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ആ വാർത്തയും കാര്യങ്ങളൊക്കെ നോക്കി കിടന്ന് അങ്ങനെയൊക്കെ വന്ന് ഇത്തിരി സമയം വഴി പോയി കിടന്നപ്പോൾ പിന്നെ നേരത്തെ എണിച്ചാണ്. പിന്നെ എന്തായാലും 10 മണിക്ക് പോയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ് പിന്നെ നമ്മളങ്ങനെ നിന്നത്. അപ്പോൾ ഊബർ ഓൺ ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ അവധി സ്കൂൾ അവധിയൊക്കെ അതിൻ്റെ പേരിൽ ഓട്ടോ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് പോയി നോക്കട്ടെ. യൂബർ ഓൺ ചെയ്ത് ആദ്യം നമ്മൾ കൊണ്ടോട്ടിക്ക് പോകണം. കൊണ്ടോട്ടി ചെന്നിട്ട് വേണം അവിടെ നിന്ന് 1-2 പേരെ കണ്ടിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഊബർ ഓൺ ചെയ്യട്ടെ. ഓക്കെ, നമ്മളപ്പോൾ യൂബർ ഓൺ ചെയ്തിട്ട് നേരെ കൊണ്ടോട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് കേട്ടോ അവിടെ നമ്മുടെ അവിടെ ഒരു റെയിൽവേയുടെ അണ്ടർ പാസിംഗ് ഉണ്ട്, തുരപ്പ്. അതിൻ്റെ അടിച്ച് കഴിഞ്ഞപ്പോൾ അത് നല്ല വെള്ളം. അപ്പോൾ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനൊരു സെക്കൻഡ് അവിടെ നിർത്തിയപ്പോഴത്തേക്കും ആ റിട്ടേൺ കുറയാർക്ക് തന്നെ ഒരു ഓട്ടോ അടിച്ച് ആലുവരെ മെട്രോ സ്റ്റേഷനിലോട്ടൊരു ഓട്ടോ അടിച്ചാകുന്നതുകൊണ്ട് അത് അവരെടുത്തോട്ട് ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ വെള്ളത്തിലോട്ട് ഇറങ്ങേണ്ടി വന്നില്ല. അപ്പോൾ കൊണ്ടോട്ടി പോയി കാണേണ്ടവരെ ഞാൻ വിളിച്ചിട്ടുണ്ടായി. അവരെ പിന്നെ കാണാൻ ഇതിൽ മെട്രോ സ്റ്റേഷനിലാണ് ഉള്ളത്. സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ CNG അടിക്കാൻ പോകണം. CNG കാലിയായി. അപ്പോൾ CNG നേരെ തൈക്കാട്ടിൽ പമ്പിൽ പോയി CNG അടിക്കാമെന്ന് പറഞ്ഞു. നമ്മളപ്പോൾ CNG അടിക്കാൻ വേണ്ടി പമ്പിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് മൊത്തം CNG അടിക്കാനുള്ള ക്യൂ ആണ് കേട്ടോ. സാധാരണ ഓട്ടോറിക്ഷയ്ക്ക് അധികം ക്യൂ ഉണ്ടാവില്ല. ഇവിടെ ഓട്ടോറിക്ഷയ്ക്ക് ക്യൂ ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ ആ ഫ്രണ്ടിൽ 2 ഓട്ടോറിക്ഷയും ഒരു കാറ് കിടക്കുന്നത് വണ്ടി ഇങ്ങനെ അടിക്കുന്നതിൻ്റെ പേരിലാണ് നമുക്കത് ക്യൂ ആയിട്ട് ഇതാക്കണം. അപ്പോൾ നമുക്ക് ആ ഓട്ടോറിക്ഷയുടെ പുറകിൽ പിടിച്ച് കയറ്റിയിടാം. 3 ഓട്ടോറിക്ഷ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ CNGയുടെ ഊഴായിട്ടുണ്ട് കേട്ടോ. അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എത്രയിൽ കട്ടാവും നമുക്ക് നോക്കാം. കാരണം 2 കട്ടേ ഉണ്ടായുള്ളൂ. ഇന്നലെ മിനിയാന്ന് അടിച്ചാലുള്ള. അപ്പോൾ ഇന്നലെ 2 ദിവസം കൊണ്ട് 2 കട്ട തീർന്നു. സാധാരണ 3ാമത്തെ കട്ട തീരാൻ നമ്മൾ നിർത്താറില്ല. പക്ഷെ എന്നാലും ഇന്നലെ ഓട്ടം ഉണ്ടായി. പിന്നെ നമ്മൾ പമ്പില്ലാത്തവർക്കാണ് വന്നിരുന്നല്ലോ. പിന്നെ ഓമയാണ് അങ്ങനെ പോയി. കട്ടായുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ബില്ലൊന്ന് കൊടുക്കട്ടെ. ഓക്കെ, നമുക്ക് പമ്പിൽ നിന്ന് CNG അടിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് തായ്ക്കാട്ടിൽ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലോട്ട് ഓട്ടോ അടിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആ കസ്റ്റമറെ രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ രാജഗിരിയിലാണ് ഉള്ളത് കേട്ടോ. രാജഗിരി ഹോസ്പിറ്റലാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഓട്ടോ അടിക്കുമെന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്ക് രാജഗിരിയിൽ നിന്ന് ഒന്ന് ചുണങ്ങമ്പേലി എത്തിയപ്പോൾ ചുണങ്ങമ്പേലിയിൽ നിന്ന് ഒരു കാർമൽ ഹോസ്പിറ്റലിലോട്ട് ഓട്ടോ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വന്നിട്ട് നല്ല വിജനമായൊരു വഴി, ആരുമില്ല വഴിയിൽ, കട്ട വിരിച്ച റോഡാണ്. അപ്പോൾ അവിടെ കസ്റ്റമറെ കണ്ട് ഇതേ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ കൊണ്ടുപോയി കാർമൽ ഹോസ്പിറ്റലിൽ ഒന്ന് പിക്ക് ചെയ്യട്ടെ. നമ്മളപ്പോൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവരെ കാർമൽ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് നോക്കാം. അപ്പോൾ നമ്മൾ ആ കാർമൽ ട്രിപ്പ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ കാർമലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടാണ്. ആലുവ ലൊക്കേഷനാണ് അവർ ഇട്ടിരുന്നത്. ഞാൻ അവിടെ ചെന്ന് അവരെ പിക്ക് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞ് അത് ഞങ്ങൾക്ക് ആലുവ ലൊക്കേഷൻ ഇട്ടേക്കണം, ആലുവക്ക് പോകണ്ട, കാർമൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ തന്നെ ഞങ്ങളൊന്ന് ആക്കിയാൽ മതി. കാരണം ഒരു 300 മീറ്റർ അപ്പുറത്തോട്ടുള്ളൂ ഈ ഡ്രോപ്പ് ചെയ്യാനുള്ള സ്ഥലം, അവർ പറയണ സ്ഥലം. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിസ്സാര ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ആരും വന്നില്ല എന്നാണ് പറയണത്. യൂബറാരും വന്നില്ല എന്നാണ് പറയണത്. പക്ഷെ അത് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ചെറിയൊരു നിസ്സാര കിലോമീറ്ററിനുള്ള പൈസ നമുക്ക് അത്യാവശ്യം ഫെയർ അവർ തരുന്നുണ്ട്. ലോക്കൽ ഫെയർ കുഴപ്പമില്ലാത്തൊരു ഫെയർ ഉണ്ട്.
അപ്പോൾ എന്താണ് ചെല്ലാത്തതെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ അത് അവരെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് വണ്ടി തിരിക്കുമ്പോൾ തന്നെ കാർമൽ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഒരു ട്രിപ്പ് അടിച്ച് കീഴ്മാട് റേഷൻ കടയുടെ അങ്ങോട്ട് ഒരു ട്രിപ്പ് അടിച്ച്. അപ്പോൾ ആ ട്രിപ്പ് ഞാനിപ്പോൾ അവരെ കൊണ്ടുവന്നാക്കി. ഇപ്പോൾ അതേ വിജനമായ ഒരു സ്ഥലത്ത്, വിജനമല്ലാത്ത റോഡാണ്, നമ്മുടെ രാജഗിരിക്കൊക്കെ പോണ തോട്ടുമുഖത്തു നിന്നുള്ള റോഡാണ്. അവിടെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റൈഡ് ബുക്ക് ചെയ്ത് നമ്മൾ വണ്ടി വന്നതിൽ കയറി യാത്ര ചെയ്ത് കഴിയുമ്പോൾ ചില കസ്റ്റമർ, എനിക്കിപ്പോൾ 2 അനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയണത്. സംഭവം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യൂബറിൽ 2 കംപ്ലയിൻറ്റ് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസേഫ് പിക്കപ്പ്. അതായത് നമ്മൾ അവരെടുത്ത സ്ഥലം ശരിയല്ല എന്നുള്ള രീതിയിൽ എനിക്കൊരു കസ്റ്റമർ എന്നെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഊബറിൽ കംപ്ലയിൻറ്റ് ചെയ്ത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്കറിയാം. അത് കംപ്ലയിൻറ്റ് അപ്പം തന്നെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആരാ ചെയ്തേക്കണേ എന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോൾ തന്നെ. സംഭവം വെച്ചാൽ ഞാൻ ഇതേപോലെ തന്നെ അവർ എന്നെ ഓട്ടം ബുക്ക് ചെയ്ത്, ഞാൻ ഓട്ടോ എടുത്തിട്ട് ഓട്ടം ബുക്ക് ചെയ്ത് ഞാൻ അവരുടെ ലൊക്കേഷനിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു പമ്പിൻ്റെ അവിടെയാണ് ലൊക്കേഷൻ കട്ടാവണം. കറക്റ്റ് പമ്പിൻ്റെ അവിടെ ലൊക്കേഷൻ കട്ടായി. ഞാനപ്പോൾ ഈ കസ്റ്റമറെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ അറിയിപ്പ് കൊടുത്ത് ഞാൻ അവരെ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ട് ഇവരെ കോള് കണക്റ്റ് ആവണില്ല. കോള് കണക്റ്റ് ആവാനുള്ള മെസ്സേജ് വിട്ടിട്ട് മെസ്സേജിൽ ഒരു റിപ്ലൈ ഇല്ല. ഞാനപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി ഒരു 2 മിനിറ്റ് നിന്നപ്പോൾ അവർ ഓടി വന്നിട്ട് ഇപ്പുറത്തൊന്ന് വണ്ടിയിലേക്ക് കയറി. തോന്നി അന്ന് മഴയുണ്ടായി, അത്യാവശ്യം പൊടിയണുള്ളൂ, ഓവർ മഴയൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് പൊടിയണുള്ളൂ മഴ. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞ് ഞങ്ങൾ അപ്പുറത്താണ് നിന്നിരുന്ന, നിങ്ങളെന്ത് ഇപ്പുറത്ത് വന്ന് നിന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് സാറേ ഇങ്ങനെ ലൊക്കേഷൻ ഇവിടെയാണ് നമ്മുടെ കട്ടായേക്കണ, നിങ്ങൾ ചിലപ്പോൾ മാപ്പിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കുള്ളൂ, എന്താണെന്നറിയില്ല, എനിക്ക് ലൊക്കേഷൻ ഇവിടെ കട്ടായേക്കണേന്ന് പറഞ്ഞു. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഗൂഗിളിൽ ഇതിൻ്റെ മാപ്പിൽ പലപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ ചില സമയത്ത് നമുക്ക് കിട്ടുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു സ്ഥലത്ത് നിന്നിട്ട് യൂബർ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ആ ലൊക്കേഷനിൽ ചെന്ന് കഴിയുമ്പോൾ ഇവരെ ചിലപ്പോൾ വിളിക്കുമ്പോൾ ഇവർ പറയും ഞങ്ങൾ അപ്പുറത്തെ കടയിലാണ് ഇപ്പുറത്തെ കടയിലാണ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കട ഈ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ, ഈ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്ത് നമ്മൾ ഇത്രയും തിരക്കിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഓട്ടോ എടുക്കാൻ വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ കടയിലാണ് ഈ കടയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നോക്കുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ആ ആൾ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അവരെ കയറ്റിക്കൊണ്ട് വരാൻ പറ്റും. അപ്പോൾ ഈ കംപ്ലയിൻറ്റ് അവർ രജിസ്റ്റർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് എന്നോടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് അങ്ങനെ നിങ്ങളെ ഞാൻ കോൺടാക്ട് ചെയ്ത് ഇവിടെ വന്നിട്ട് എവിടെ നിൽക്കണമെന്ന് അറിയാൻ. അപ്പോൾ വിളിച്ചിട്ട് കിട്ടണുണ്ടായില്ല, പിന്നെ മെസ്സേജ് ഇട്ട് നിങ്ങൾക്ക് റിപ്ലൈ ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് അവിടെ തന്നെ നിന്നിട്ട് ഞാൻ വിളിക്കുമ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ലൊക്കേഷനിലോട്ട് വരും എന്ന് പറഞ്ഞിട്ടും അവർ എന്നുള്ള രീതിയിൽ പറഞ്ഞ് എനിക്ക് അപ്പോൾ തന്നെ കംപ്ലയിൻറ്റ് വന്നപ്പോൾ തന്നെ മനസ്സിലായി അത് അവരാണ് ആ കംപ്ലയിൻറ്റ് ചെയ്തേക്കുന്നത്. എന്തെങ്കിലും ഒരു വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മളത് ആ ഡ്രൈവറോട് പറഞ്ഞ് തീർക്കുക. എന്താ വെച്ചാൽ സംഭവം വെച്ച് കഴിഞ്ഞാൽ യൂബറിൽ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് ഒരു ഓപ്ഷൻ ഇല്ല, കസ്റ്റമർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ യൂബറിലില്ല. പക്ഷേ കസ്റ്റമർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള ഇത് സംഭവം യൂബറിലുണ്ട്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഡ്രൈവർമാർക്ക് കൊടുക്കേണ്ടത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ രണ്ടാമത് എനിക്ക് ഓർമ്മ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ സ്പീഡ്. അത് വന്നേക്കണത് ഇവിടെ ആര് വിട്ടേക്കണതെന്ന് അറിയോ? മെട്രോ സ്റ്റേഷനിൽ നിന്ന് കടങ്ങല്ലൂർക്ക് പോയൊരു പാസഞ്ചറാണ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് കഴിഞ്ഞപ്പോൾ തന്നെയാണ് എനിക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആയേക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഈ തോട്ടക്കാട്ടിൽ, അതായത് ആ പാലം അപ്പുറത്തോട്ട് കിടക്കാൻ തന്നെ 25 മിനിറ്റ് എടുക്കും. പിന്നെ ഈ കടങ്ങല്ലൂർ ഒരു എന്തോരം കിലോമീറ്റർ ഉണ്ട്, അതും ഒരു കാരണവശാലും സ്പീഡിൽ പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ് അതല്ല. അവിടെയൊക്കെ ഓവർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്കൊന്നും ഒരു അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. പിന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ചിലവരുണ്ട് സ്റ്റാർ റേറ്റിംഗ്, സ്റ്റാറിൽ 4 സ്റ്റാർ കൊടുക്കേണ്ടടുത്ത് അവർ ചിലപ്പോൾ 2 സ്റ്റാർ അല്ലെങ്കിൽ 1 സ്റ്റാർ ഒക്കെ കൊടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്റ്റാർ റേറ്റിംഗ് കുറയുമ്പോൾ യൂബർ സ്വാഭാവികമായിട്ടും ആ കസ്റ്റമർക്ക്, ആ റൈഡർക്ക് ഓട്ടം കുറക്കും. അവൻ ഇതില്ല, ഒരു സുഖമില്ലാത്ത ഓട്ടക്കാരനാണെന്നുള്ള രീതിയിൽ ആളെ നമ്മൾ ഇങ്ങനെ കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റൈഡർ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ അവനോട് പറയാം ചേട്ടാ ഇത് വണ്ടി സ്പീഡിൽ പോകല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കണം ഇത്, അത് നമ്മളോട് പറഞ്ഞാൽ നമ്മളത് കറക്റ്റ് ചെയ്യും. യൂബർ ഇറങ്ങിയിട്ട് ഇപ്പോൾ അധികം നാളെ ഓട്ടോറിക്ഷ നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുള്ള. അപ്പോൾ നമുക്കൊരു കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് കേട്ടാൽ നമുക്കത് തിരുത്താൻ പറ്റും. എല്ലാവരും എങ്ങനെയെന്ന് അറിയാൻ പാടില്ല. പക്ഷേ 100% ആൾക്കാരിൽ 90% ആൾക്കാരും തിരുത്തി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ ആരും മോശക്കാരല്ല. അപ്പോൾ ഈ യൂബറിൽ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു തൊഴിലായിട്ട് അവരുടെ ഇതിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവർക്ക് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മളത് നമുക്ക് ബാധിക്കണത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്റ്റാർ തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് തൊടാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കുറക്കുമ്പോൾ നമുക്ക് എന്താ വിഷയം എന്ന് വെച്ചാൽ ആ ഡ്രൈവർക്ക് ആകെ ബുദ്ധിമുട്ട് വരെയാണ്. ആ ഡ്രൈവറുടെ റേറ്റിങ്ങേ തീരെ താഴോട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ അവനിക്ക് ഓട്ടോ ഇല്ലാതാവും, വെറുതെ കാലത്തൊടി വൈകുന്നേരം വരെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ പോകാമെന്നല്ലാതെ അവനക്ക് ഒരു ഗുണവും കിട്ടില്ല.
അപ്പോൾ ഊബറിൽ കംപ്ലയിൻറ്റ് ചെയ്യണവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയുകയാണ്, നിങ്ങൾ ആദ്യം ആ ഡ്രൈവറായിട്ടൊന്ന് സംസാരിക്കുക. ആ ഡ്രൈവർ നിങ്ങളോട് മോശമായിട്ട് സംസാരിക്കുകയാണ്, എന്തെങ്കിലും ഒരു രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അയാൾക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുക. അതിന് ഒരു തടസ്സമില്ല. അത് നമ്മൾ ആ ഡ്രൈവർ അത് അംഗീകരിക്കുകയാണ്, ആ ശരിയാണ് ഞാൻ ഇച്ചിരി സ്പീഡായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി നമ്മൾ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലുത് അതല്ലേ. എന്നിട്ടല്ലേ നമ്മളൊരു സ്ഥലത്ത് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എനിക്കുണ്ടായ 2 അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഉള്ളത് എനിക്കറിയില്ല, എൻ്റെ 2 അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എൻ്റെ ആ കംപ്ലയിൻറ്റ് ഓൾറെഡി യൂബർ തന്നെ അത് ഇതാക്കി കളഞ്ഞിട്ടാണ്. എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ നിലവിൽ ഇപ്പോൾ ആ കംപ്ലയിൻറ്റ് ഇല്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഇവർ അവലോകനം ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് യൂബർ അവലോകനം ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ പരിശോധിക്കും, ഇത് തെറ്റായിരുന്നോ, അത് സ്പീഡായിരുന്നോ, അത് ആരാണോ കംപ്ലയിൻ്റ് ചെയ്യണോ അവരുടെ ആ മാപ്പ് വെച്ച് അവരത് ചെക്ക് ചെയ്തിട്ടാണ് അവരത് കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടേതായ രീതിയിലുള്ള റേറ്റിംഗ് അവർ കുറക്കും, യൂബറാർ കുറക്കും. അപ്പോൾ പിന്നെ പുതിയ അപ്ഡേഷൻ വന്ന് ഞാൻ അപ്ഡേഷൻ സ്വീകരിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ഓൾറെഡി എൻ്റെ ആ കംപ്ലയിൻ്റ് ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കാം അത് ശരിയല്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ആ കംപ്ലയിൻറ്റ് എൻ്റെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ ആ കംപ്ലയിൻറ്റ് ഓൾറെഡി ഇല്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞേട്ടാ. നമ്മളപ്പോൾ ഇന്നിപ്പോൾ ഒരു 3-4 ട്രിപ്പ് വേറെ ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വന്നേക്കുന്നത് പാലപ്രശ്ശേരിയിലാണ്. അപ്പോൾ നിസ്കരിച്ചിട്ടില്ല, ലോറി നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ നിസ്കരിക്കാമെന്ന് പറഞ്ഞു പാലപ്രശ്ശേരി പള്ളിയിലോട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മളിന്ന് ലോറി നിസ്കരിക്കുന്നത് പാലപ്രശ്ശേരിയിലെ ഈ പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഓട്ടം ഉച്ചവരെ കുഴപ്പമുണ്ടായില്ല. ഇനിയിപ്പോൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ടാണ് ബാക്കി ഉള്ളൂ. അപ്പോൾ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ ഇതാണ്. ഓക്കെ.